Hello students, നമ്മൾ ഇന്ന് ഇമേജ് എൻഹാൻസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ടും ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ള പ്രിൻസിപ്പളിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമേജിൻ്റെ എന്താണ് ഓൾറെഡി ഉള്ള ഇമേജിന് ഒന്നും കൂടി സ്യൂട്ടബിൾ, ഒറിജിനൽ ഇമേജിനെ എന്ത് ചെയ്യുക, ഒന്നും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ഇമേജ് ആക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഇമേജ് എൻഹാൻസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ്? ഈസ് ടു പ്രോസസ് എ ഗിവൺ ഇമേജ് സോ ദാറ്റ് ദ റിസൾട്ട് ഈസ് മോർ സ്യൂട്ടബിൾ ദാൻ ദ ഒറിജിനൽ ഇമേജ് ഫോർ എ സ്പെസിഫൈഡ് ആപ്ലിക്കേഷൻ. സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഒറിജിനൽ ഇമേജിനെ ഒന്നുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആക്കിയിട്ട് മാറ്റുക. എന്ത്? ബൈ പ്രോസസ്സിങ്, ഒരു പ്രോസസ്സുകൾ ചെയ്തിട്ട്. അതാണ് എന്ത് ഇമേജ് എൻഹാൻസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആ പ്രോസസ്സ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എന്താണ് ആരാണോ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്നത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രോസസ്സ് ഏതൊക്കെയാണ് എന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യും കുറേ പ്രോസസ്സുകളുണ്ട് ഇമേജ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള. സോ അത് എന്താണ് അയാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്, ആ പേഴ്സൺ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ പറയും ഇതൊരു സബ്ജക്റ്റീവ് പ്രോസസ്സാണെന്ന് പറയാറുണ്ട്. കാരണം എന്താണ് ദ റിസൾട്ട് ഓഫ് എൻഹാൻസ്മെൻറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എന്താണ് ആരാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് എന്തെയും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈച്ച് പേഴ്സൺ ക്യാൻ ഹാവ് എ വേരിയിങ് ഡിഗ്രി ഓഫ് സബ്ജക്റ്റീവ് പ്രിഫറൻസസ്. സോ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. കാരണം എന്താണ് അത് ചെയ്യുന്ന എന്താണ് മെത്തേഡ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന എന്താണ് പ്രിഫറൻസ് ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ എന്താണ് ദ റിസൾട്ട് ഓഫ് എൻഹാൻസ്മെൻറ്റ് വിച്ച് ഇസ് ഗുഡ് ഫോർ വൺ പേഴ്സൺ മേ നോട്ട് ബി അക്സെപ്റ്റബിൾ ബൈ അനദർ പേഴ്സൺ. ചിലപ്പോൾ എന്തായിരിക്കും ഒരാൾ ചെയ്തിട്ടുള്ള എൻഹാൻസ്മെൻറ്റ് മറ്റൊരാൾക്ക് ചിലപ്പോൾ എന്താ ഗുഡായിട്ട് തോന്നണമെന്നില്ല. കാരണം അയാളുടെ വ്യൂസിൽ അതെന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അത് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇറ്റ് assesses or sharpens image features such as edges, boundaries or contrast to make a graphic display more helpful for display and analysis. That means നമുക്കറിയാം കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ഇമേജ് ഫീച്ചേഴ്സ് അല്ലേ, എഡ്ജസുകൾ, ബൗണ്ടറീസ്, കോൺട്രാസ്റ്റ്. സോ ആ ഒരു അങ്ങനത്തെ എന്താണ് എന്ത് ചെയ്യുന്നു ഡിസ്പ്ലേ, ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ ഇമേജിൻ്റെ ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അനാലിസിസ് ഫീച്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു അതിനൊന്നുകൂടി എന്ത് ചെയ്യുന്നു ആ ഗ്രാഫിക് ഇമേജിൻ്റെ എന്താണ് അതിനൊന്നുകൂടി എന്ത് ചെയ്യാം, ആ ഫീച്ചേഴ്സിനേക്ക് ഒന്നുകൂടി കൂട്ടുക. എന്നിട്ട് ഇമേജിനെ എന്ത് ചെയ്യുന്നു എന്താണ് ഒന്നുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമേജ് ആക്കി മാറ്റുക. ഫീച്ചേഴ്സ് വെച്ചിട്ടല്ലേ നമുക്ക് ഇമേജിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് വെച്ചിട്ടല്ലേ നമുക്കതിനെ ഒന്നുകൂടി ബെറ്റർ ഇമേജ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ, സ്യൂട്ടബിൾ ഇമേജ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മൾ ഒറിജിനൽ ഇമേജിനെ എന്ത് ചെയ്യുന്നു ഒന്നുകൂടി സ്യൂട്ടബിൾ ഇമേജ് ആക്കിയിട്ട് മാറ്റുന്നതും ഈ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്. ദെൻ അതുപോലെ തന്നെ ദ എൻഹാൻസ്മെൻറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദ ഇൻഹെറൻറ്റ് ഇൻഫർമേഷൻ കണ്ടൻറ്റ് of the data, but it increases the dynamic range of the chosen features so that they can be detected easily. എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഈ എൻഹാൻസ്മെൻറ്റ് കൊണ്ട് ഒരിക്കലും എന്ത് ഇൻക്രീസ് ആവില്ല, ഇൻഹെറൻറ്റ് ഇൻഫർമേഷൻ കണ്ടൻറ്റ് ഓഫ് ദ ഡാറ്റ, അഥവാ ആ ഒരു ഇമേജിൻ്റെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് അതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് അല്ലേ, ആ കണ്ടൻറ്റ് എന്താകുന്നില്ല അവിടെ ഇൻക്രീസ് ആകുന്നില്ല. പക്ഷേ എന്താണ് ബട്ട് ഇറ്റ് ഇൻക്രീസസ് ദ ഡൈനാമിക് റേഞ്ച്, അതിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്താവും അവിടെ മാറുന്നുണ്ട് അല്ലേ. പല ചില എന്ത് ചെയ്യുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ചേഞ്ചുകൾ വരുത്താം. അതാണ് ഡൈനാമിക് റേഞ്ച്. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സിനും ഓരോ ഡൈനാമിക് റേഞ്ചുകളുണ്ടാകും. സോ ആ ഡൈനാമിക് റേഞ്ചുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി അത് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡൈനാമിക് റേഞ്ചുകളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇമേജ് ആക്കിയിട്ട് നമുക്ക് എൻഹാൻസ്മെൻറ്റ് വഴി മാറ്റാൻ പറ്റും. ദെൻ നമ്മൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പലരും പല രീതിയിലൊക്കെ ആയിരിക്കും ഇമേജ് എൻഹാൻസ്മെൻറ്റ് നടത്തുന്നുണ്ടാവുക. സോ അതിലുള്ള മെയിനായിട്ടുള്ള കുറേ ഓപ്പറേഷൻസാണ്, ഇമേജ് എൻഹാൻസ്മെൻറ്റിലുള്ള കുറേ ഓപ്പറേഷൻസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ പറയുന്നത് പോയിൻ്റ് ഓപ്പറേഷനാണ്. പോയിൻ്റ് ഓപ്പറേഷൻ ഉണ്ട്, സ്പേഷ്യൽ ഓപ്പറേഷൻ ഉണ്ട്, ട്രാൻസ്ഫോം ഓപ്പറേഷൻ ഉണ്ട്, സ്യൂഡോ കളറിംഗ് ഉണ്ട്. സോ പോയിൻ്റ് ഓപ്പറേഷനിൽ കുറേ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. കോൺട്രാസ്റ്റ്, സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ നോയ്സ് ക്ലിപ്പിംഗ്, window slicing, histogram modeling,
spatial operation in noise smoothing, median filtering, LPHP and PP filtering, zooming, transforming operation linear filtering, root filtering, homomorphic filtering, pseudo coloring, false coloring, pseudo coloring, അങ്ങനെ പല എന്താണ് ഓപ്പറേഷൻസ് ഉണ്ട്. സോ ഈ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത്. ഓരോ നമ്മളുടെ സിലബസിൽ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഓരോ വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിപ്പം ജസ്റ്റ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പോകാൻ പോകുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഡിഫിക്കൽട്ടി ഇൻ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഈസ് ക്വാണ്ടിഫൈയിങ് ദ ക്രൈറ്റീരിയൻ ഫോർ എൻഹാൻസ്മെൻറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ മെയിനായിട്ട് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രൈറ്റീരിയൻസ് നമ്മൾ പറഞ്ഞ കുറേ ക്രൈറ്റീരിയൻസുകളുണ്ട് അല്ലേ. ഇമേജ് എൻഹാൻസ്മെൻറ്റിന് കുറേ ക്രൈറ്റീരിയൻസ് ഉണ്ട്. ഓരോ ഫീച്ചേഴ്സാണ് ഓരോരുത്തരും സെലക്ട് ചെയ്യുന്നുണ്ടാവുക ഇമേജ് എൻഹാൻസ്മെൻറ്റ്. സോ ആ ഒരു ക്രൈറ്റീരിയൻസിൻ്റെ ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരും എടുക്കുന്നത് ഡിഫറൻസ് ആയിരിക്കും. സോ ആ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയൻസിനെ ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ therefore a large number of image enhancement techniques are empirical and require interactive procedures to obtain satisfactory results. അതുകൊണ്ട് തന്നെ എന്താണ് therefore എന്താണ് നമുക്ക് എന്താണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് കുറേ ലാർജ് നമ്പർ ഓഫ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സുകളുണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വളരെ ഡിഫിക്കൽട്ടിയാണ്. ദാറ്റ് മീൻസ് ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ അല്ലേ, ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്താണ് പേഴ്സൺ. ആരാണോ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ചെയ്യുന്നത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഓരോ ടെക്നിക്സും പലരും പല രീതിയിലായിരിക്കും ടെക്നിക്സ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. സോ ആൻഡ് റിക്വയർ ഇൻട്രാക്റ്റീവ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ സാറ്റിസ്ഫാക്ടറി റിസൾട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അതാണ് എന്താണ് ക്രൈറ്റീരിയ, ക്വാണ്ടിഫൈങ് ദ ക്രൈറ്റീരിയൻസ് എന്നുള്ളത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റിലുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയാം. ദെൻ നമുക്ക് അടുത്ത പോയിന്റ് പറയുന്നത് ഇമേജ് എൻഹാൻസ്മെൻറ്റ് മെത്തേഡ് ക്യാൻ ബി ബേസ്ഡ് ഓൺ either സ്പേഷ്യൽ ഓർ ഫ്രീക്വൻസി ഡൊമൈൻ ടെക്നിക്സ്. മെയിനായിട്ടും ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യൽ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്ക് എന്നും സ്പേഷ്യൽ ഡൊമൈൻ ടെക്നിക്സ് എന്നും ഫ്രീക്വൻസി ഡൊമൈൻ ടെക്നിക്സ് എന്നും രണ്ടായിട്ടാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ്. സോ നമുക്ക് ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം സ്പേഷ്യൽ ഫ്രീക്വൻസി ഡൊമൈൻ എൻഹാൻസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, സ്പേഷ്യൽ ഡൊമൈൻ techniques are performed to the image plane itself and they are based on direct manipulation of pixels in an image. എന്താണ് സ്പേഷ്യൽ, നമ്മൾ സ്പേഷ്യൽ ഡൊമൈനും ഫ്രീക്വൻസി ഡൊമൈനൊക്കെ നമ്മൾ ഇമേജ് ഡിജിറ്റൽ ഇമേജിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്പേഷ്യൽ ഡൊമൈൻ ആകുന്ന സമയത്ത് അതിൻ്റെ കോർഡിനേറ്റ്സിനാണ് അവിടെ കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതേപോലെ സ്പേഷ്യൽ ഡൊമൈൻ ടെക്നിക്സിലും അതുപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്ന എന്താണ് ഇമേജ് പ്ലെയിനിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓപ്പറേഷനാണെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കുറേ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞു. ആ ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇമേജിൻ്റെ പ്ലെയിനിലാണ്. ദാറ്റ് മീൻസ് ആ കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോന്നും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മാനിപ്പുലേഷൻ നടത്തുന്നത് എന്തിലാണ്, പിക്സൽസിലാണ്. ഇമേജിൻ്റെ പിക്സൽസിലാണ് ഡയറക്റ്റ് മാനിപ്പുലേഷൻ നടത്തുന്നത്. സോ ഈ പിക്സൽസിൽ മാനിപ്പുലേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒറിജിനൽ ഇമേജിനെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആക്കിയിട്ട് മാറ്റുന്നത്. സോ അത് ഓർത്ത് വെക്കുക. സ്പേഷ്യൽ ഡൊമൈൻ എൻഹാൻസ്മെൻറ്റ് മെത്തേഡിൽ ഇമേജ് പ്ലെയിനിൽ ആണ് എന്താണ് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. നമ്മളുടെ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് ഇമേജ് പ്ലെയിനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മാനിപ്പുലേഷൻ നടത്തുന്നത് എവിടെയാണ്, ഓരോ പിക്സൽസിലായിരിക്കും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടാവുക. സോ ദ ഓപ്പറേഷൻ ക്യാൻ ബി ഫോർമുലേറ്റഡ് ആസ് ഇങ്ങനെയാണ്, ജി ഓഫ് എക്സ് വൈ. അതിനൊന്ന് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യാപിറ്റൽ ടി ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആണ് നമ്മളുടെ എഫ് ആണ് ഇവിടുത്തെ ഇൻപുട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ആണ് ഇവിടുത്തെ ഇൻപുട്ട് ഇമേജ്. അതിനെ സം ടി ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ടി ഈസ് എ ഓപ്പറേഷൻ ഓൺ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് ഇമേജിലുള്ള ഒരു ഓപ്പറേഷനാണ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. is defined over some neighborhood of xy. That means some xy എന്ന് പറഞ്ഞിട്ടുള്ള നൈബർഹുഡിലുള്ള ഓപ്പറേഷൻ. നൈബർഹുഡ് നമുക്കറിയാം, പല തരത്തിലുള്ള ഒരു പിക്സൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈബർഹുഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ പിക്സൽസിന് ഒരു പർട്ടിക്കുലർ പിക്സൽസിലുള്ള എന്താണ് സം ഓപ്പറേഷനാണ്
and the T and one some operations on some that pixels or pixels T operation perform either Namaka get spatial domain enhancement at the kind and image some G of XY. So G and one output image F and one input image T and one apply operation discuss operations. So that's operation T and T apply neighborhood of XY in the neighborhood pixels. According to the operations on image pixels, it can be further divided into two categories. Image pixels apply spatial domain enhancement method. So that's divided point operations and spatial operations. Point operation is modify all pixels image in all pixels modification. So that's point operation. Any spatial operation neighborhood processing neighborhood processing spatial operation neighborhood operation. That's ഒരിക്കലും ഒരു പിക്സലിലല്ല നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുന്നത് പകരം വർക്ക്സ് ഓൺ ദ നൈബർഹുഡ് പിക്സൽസിലാണ് മോഡിഫിക്കേഷൻ വരുത്തുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് ഓപ്പറേഷൻ ആൻഡ് സ്പേഷ്യൽ ഓപ്പറേഷൻസ്. സോ ഇത്രയാണ് സ്പേഷ്യൽ ഡൊമൈൻ എൻഹാൻസ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. നമുക്കിനി ഫ്രീക്വൻസി ഡൊമൈൻ എൻഹാൻസ്മെൻറ്റ് മെത്തേഡിനെ കുറിച്ചിട്ട് നോക്കാം. ദിസ് മെത്തേഡ് എൻഹാൻസ് an image f of xy by convoluting the image with a linear position invariant operations. എന്താണ് ഈ ഫ്രീക്വൻസി ഡൊമൈൻ എൻഹാൻസ്മെൻറ്റ് മെത്തേഡ് വഴി നമ്മൾ ഒരു പർട്ടിക്കുലർ ഇമേജ് ഇൻപുട്ട് ഇമേജ് എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ എന്താ ചെയ്യുന്നത്? കൺവല്യൂഷൻ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇമേജിനെ. അതെങ്ങനെ നമ്മൾ എന്തൊക്കെ വെച്ചിട്ടാണ്? അതിനുള്ള മെയിനായിട്ടുള്ള 3 ഓപ്പറേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ലീനിയർ, പൊസിഷൻ ഇൻവേരിയൻറ്റ് ഓപ്പറേഷൻ. ഇതാണ് ലീനിയർ പൊസിഷൻ ഇൻവേരിയൻറ്റ് ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺവല്യൂട്ടിങ് നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് ഇമേജ് എഫ് ഓഫ് എക്സ് വൈനെ. സോ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ഒരു പുതിയ സ്പെഷ്യൽ ഫീച്ചേഴ്സുള്ള, ദാറ്റ് മീൻസ് ഒറിജിനൽ ഇമേജിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ 2D convolution is performed in frequency domain with DFT. നമ്മൾ 2D convolution, 1D convolution ഉണ്ട്. വൺ ഡയമെൻഷണൽ ഇമേജിൻ്റെ കേസിൽ 1D convolution ആണ് പെർഫോം ചെയ്യുന്നത്. സോ 2D convolution പെർഫോം ചെയ്യുന്നത് ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മളുടെ DFT അല്ലേ, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2D convolution പെർഫോം ചെയ്യുന്നത്. സോ അത് സ്പേഷ്യൽ ഡൊമൈനിലാണെന്നുണ്ടെങ്കിൽ G of XY എന്ത് ചെയ്യും? G of XY അഥവാ ഔട്ട്പുട്ട് ഇമേജ് നമുക്ക് എങ്ങനെ കിട്ടാം? സം F of XY, ദാറ്റ് മീൻസ് നമ്മുടെ ഇൻപുട്ട് ഇമേജ് ഇൻറ്റു H of XY. H of XY എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? DFTൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫോറിയർ അല്ലേ, DFTയുടെ എന്തുണ്ടാവും? മെട്രിക്സ് ഉണ്ടാവും അല്ലേ. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതാണ് H of XY എന്ന് പറഞ്ഞത്. അതിനെ F of XY ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട്. ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ അത് എന്താവും? ജസ്റ്റ് ഒന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അത് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് അത്രയേ ഉള്ളൂ. ഫ്രീക്വൻസി എന്നുള്ളത് നമ്മൾ ഡൊമൈനിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. സം G of W1 W2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F of W1 W2 ഇൻറ്റു H of W1 W2 ആയിട്ട് മാറും എന്നുള്ളൂ. ഓക്കെ, ആ ഒരു പോയിൻറ്റും എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ എൻഹാൻസ്മെൻറ്റ് അല്ലെ, ഇമേജ് എൻഹാൻസ്മെൻറ്റ് ബൈ പോയിൻറ്റ് പ്രോസസ്സിങ്. നമ്മൾ പറഞ്ഞു പോയിൻറ്റും ഉണ്ട്, സ്പേഷ്യൽ എന്നുള്ള രീതിയിലുണ്ട്. ദാറ്റ് മീൻസ് ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പോയിൻറ്റ് പ്രോസസ്സിങ് ആണ്. Enhancement by point or a point processing. This processing methods are based only on the intensity of single pixels. അഥവാ സിംഗിൾ പിക്സൽസിൽ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ട്, അഥവാ ഒരു സിംഗിൾ പിക്സൽസിലാണ് ആ ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? പ്രോസസ് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്, അതാണ് എന്ത് എൻഹാൻസ്മെൻറ്റ് ബൈ പോയിൻറ്റ് പ്രോസസ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർട്ടിക്കുലർ പോയിൻറ്റ്, ഒരു പർട്ടിക്കുലർ പിക്സൽ, സിംഗിൾ പിക്സൽസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? എൻഹാൻസ്മെൻറ്റ് പെർഫോം ചെയ്യുന്നുണ്ടാവുക. സോ അതിൻ്റെ സം ടെക്നിക്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സിമ്പിൾ ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷനാണ്. അതിൽ സിമ്പിൾ ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഇമേജ് നെഗറ്റീവ്സ്. ഇമേജ് നെഗറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ്സ് ഓഫ് ഡിജിറ്റൽ ഇമേജ് ആർ യൂസ്ഫുൾ ഇൻ ന്യൂമറസ് അപ്ലിക്കേഷൻസ് സച്ച് ആസ് ഡിസ്പ്ലേയിങ് മെഡിക്കൽ ഇമേജസ് ആൻഡ് ഫോട്ടോഗ്രാഫിംഗ് a screen with monochrome positive film with the idea of using resulting negative as normal slides. എന്താ നമ്മൾ ഈ നെഗറ്റീവ് ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ നെഗറ്റീവ്സ് നമ്മൾ എടുക്കും, അഥവാ നെഗറ്റീവ് ദാറ്റ് ഡിജിറ്റൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ന്യൂമറസ് അപ്ലിക്കേഷൻസിൻ്റെ കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അഥവാ മെഡിക്കൽ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിങ്ങിന് സ്ക്രീൻ ഫോട്ടോഗ്രാഫിങ്ങിൽ നമ്മൾ ആ ഇമേജിൻ്റെ നെഗറ്റീവ് ഇമേജസാണ് നമ്മൾ എടുക്കാറുള്ളത്. സോ ആ ഒരു കേസിലൊക്കെയാണ് ഈ നെഗറ്റീവ് ഇമേജ് നമ്മൾ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ g(x(y) = L f(x(y) ആണ്. L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ആണ്, L - f(x(y). നേരെ നെഗറ്റീവ് എടുക്കാൻ, ഒരു ഇമേജിൻ്റെ നെഗറ്റീവ് എടുക്കാൻ, ദാറ്റ് മീൻസ് അവിടുത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് g(x(y) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ആ ഒരു ഇമേജാണ്. ആ പുതിയ ഇമേജ് എങ്ങനെ കണ്ടുപിടിക്കും? എല്ലിൽ നിന്നും പഴയ ഇമേജ് എന്ത് ചെയ്യുക, കുറക്കുക. ദാറ്റ് മീൻസ് ഒറിജിനൽ ഇമേജ് എല്ലിൽ നിന്ന് കുറക്കുക. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാക്സിമം ഇൻറ്റൻസിറ്റി. സോ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി അറിഞ്ഞിരിക്കണം. മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നിന്നും നമ്മൾ ആ ഓരോ ഇമേജിൻ്റെയും ഓരോ പോയിൻറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി വാല്യൂസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ടുള്ള ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെഗറ്റീവ്, ഇവിടെ ഔട്ട്പുട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ അതിൻ്റെ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് ഗ്രേ ലെവൽ, ദാറ്റ് മീൻസ് f(i)j ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ട്പുട്ട്, എക്സ് ആക്സിസ് ഇൻപുട്ടും വൈ ആക്സിസ് ഔട്ട്പുട്ടും. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് അതെങ്ങനെയാണ് അവിടെ ഓപ്പറേഷൻ എന്താണ്, g(i)j നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടാകുന്നത്, L - f(i)j ആണ്. f(i)jയിലുള്ള ഓരോ വാല്യൂസും നമ്മൾ എല്ലിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് g(i)j. ദാറ്റ് മീൻസ് ഈ ഒരു രീതിയിൽ അത് വരും. ഇവിടെ നിങ്ങൾക്കൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഒറിജിനൽ ഇമേജ്. അതിൻ്റെ നെഗറ്റീവ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. കാരണം മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി മൈനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തെ ഇതാണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് ലോ കോൺട്രാസ്റ്റ് ഇമേജ് ക്യാൻ റിസൾട്ട് ഫ്രം പുവർ ഇലുമിനേഷൻ, lack of dynamic range in the image sensor, or even wrong setting of lens aperture during image acquisition. സോ നമുക്കറിയാം ഈ ഒരു ലോ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം, അഥവാ ലോ കോൺട്രാസ്റ്റ് ഇമേജുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് കുറേ ദോഷങ്ങളുണ്ട്. ലോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് പലതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നോക്കുക, ഇതൊരു ലോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇമേജാണ്. സോ ഇതിൻ്റെ പ്യുവർ ഇലുമിനേഷൻ അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും ആ ഇമേജിൻ്റെ കേസിൽ, ഇമേജ് സെൻസർ. അതുപോലെ തന്നെ ഇത് ലോ കോൺട്രാസ്റ്റ് വരാനുള്ള മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് സെറ്റിംഗ് ഓഫ് ലെൻസ് അപ്പാച്ചർ ഡ്യൂറിങ് ഇമേജ് അക്യൂസിഷൻ ചെയ്യുന്ന സമയത്ത് ലെൻസ് നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ. സോ അതിൻ്റെ റോങ് സെറ്റിംഗ് ആണ് ഇമേജ് ഇങ്ങനെ ഒരു ലോ കോൺട്രാസ്റ്റുള്ള ഇമേജ് കിട്ടാനുള്ള കാരണം. അല്ലെങ്കിൽ പ്യൂർ ഇലുമിനേഷൻ ആണ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഡൈനാമിക് റേഞ്ചസ് ആണ്. ഇമേജ് സെൻസറിൻ്റെ ഡൈനാമിക് റേഞ്ചിലുള്ള ലാക്ക് ഓഫ് ഡൈനാമിക് റേഞ്ചാണ്. ഇതിനോണ്ടൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലോ കോൺട്രാസ്റ്റ് ഇമേജസുകൾ കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ലോ കോൺട്രാസ്റ്റ് ഇമേജിനെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് പെർഫോം ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ഇമേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഒറിജിനൽ ഇമേജ് അല്ല, നമ്മളുടെ പ്രോസസ്ഡ് ഇമേജ് ഉണ്ടാക്കേണ്ടത്. ദ ഐഡിയ ബിഹൈൻഡ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് ഈസ് ടു ഇൻക്രീസ് ദ ഡൈനാമിക് റേഞ്ച് ഓഫ് ദ ഗ്രേ ലെവൽ ഇൻ ദ ഇമേജ് ബീങ് പ്രോസസ്ഡ്. അപ്പോൾ എന്താണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞ നേരത്തെ ലാക്ക് ഓഫ് ഡൈനാമിക് റേഞ്ച്, ഇമേജ് സെൻസേഴ്സിൻ്റെ ഡൈനാമിക് റേഞ്ചിലുണ്ടാകുന്ന കുറവ് എന്നുള്ളതാണ്. സോ ആ ഡൈനാമിക് റേഞ്ച് എന്ത് ചെയ്തു നമുക്ക് കൂട്ടി കൊടുത്ത് കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതാണ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് വഴി നമ്മൾ എന്താ ചെയ്യുന്നത്, ഡൈനാമിക് റേഞ്ച് ഗ്രേ ലെവൽസിൻ്റെ ഇമേജിലുണ്ടാകുന്ന ഗ്രേ ലെവൽസിൻ്റെ എന്ത് ചെയ്യുന്നു, ഡൈനാമിക് റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി അവിടെ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് പെർഫോം ചെയ്യാണ്. സോ അത് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ നോക്കൂ, ഇവിടെ ഇൻപുട്ട് ഗ്രേ ലെവൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ f(i)j കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് ഗ്രേ ലെവൽസ് ഇവിടെ g(i)j ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ടി പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇത് കിട്ടുന്നത്. നോക്കൂ, ഇതേപോലെ വരുന്നു.
ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ഇമേജ് ഇങ്ങനെയായിരുന്നു കണ്ടോ. ഇതിലെന്താണ് സം ഇലിമിനേഷൻ, പൂർ ഇലിമിനേഷനാണ്. നമുക്കൊന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിൻ്റെ ഹിസ്റ്റോഗ്രാം റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. then അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്തിട്ട്, ദാറ്റ് മീൻസ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് പെർഫോം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്ന പ്രോസസ്ഡ് ഇമേജാണ് ഇതുപോലെ. ഒന്നുകൂടി ക്ലാരിറ്റി ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ഒരു ഇതാണ് കംപ്രഷൻ ഓഫ് ഡൈനാമിക് റേഞ്ച്. പോയിൻ്റ് ഓപ്പറേഷൻസിൻ്റെ കേസിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ പോയിൻ്റ് പ്രോസസ്സിങ്ങിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. കംപ്രഷൻ ഓഫ് ഡൈനാമിക് റേഞ്ചാണ് അടുത്തത്. ഇതിൽ sometimes the dynamic range of a processed image far exceeded the capability of the image device, in while case only the brightness part of the image are visible on the display screen. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചില കേസിൽ പ്രോസസ്ഡ് ഇമേജിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, വളരെ എന്താണ് എക്സീഡ് ആയിരിക്കുകയാണ്, ഫാർ എക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ദ കപ്പബിലിറ്റി ഓഫ് ദ ഡിസ്പ്ലേ ഡിവൈസസിൻ്റെയും കപ്പബിലിറ്റീസിൻ്റെയും കുറേ എന്തായിരിക്കും, ഫാർ ആയിരിക്കും എന്തുണ്ടാവുക, ഈ പ്രോസസ്ഡ് ഇമേജിൻ്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. സോ ഇൻ വിച്ച് കേസ് ഓൺലി ദ ബ്രൈറ്റ്നസ് പാർട്ട് ഓഫ് ദി ഇമേജ് ആർ വിസിബിൾ ഇൻ ദ ഡിസ്പ്ലേ സ്ക്രീൻ. നമുക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ, ആ ഒരു ഇമേജിൻ്റെ ബ്രൈറ്റ്നസ്. കാരണം എന്താണ്, നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ ഡിവൈസിൻ്റെ എന്താണ് ഡൈനാമിക് റേഞ്ചും അതുപോലെ തന്നെ നമ്മളുടെ ഇമേജിൻ്റെ ഡൈനാമിക് റേഞ്ചും വളരെ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാലും ഫാർ എവേ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ബ്രൈറ്റ്നസ് പാർട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്ക്രീനിൽ ഡിസ്പ്ലേ ഉള്ളൂ. സോ അതൊരു പ്രശ്നമാണ്. അതാണ് കംപ്രഷൻ ഓഫ് ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ആ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ഈ ഒരു ഓപ്പറേഷൻ കംപ്രഷൻ ഓഫ് ഡൈനാമിക് റേഞ്ച് ചെയ്തതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഒരു നല്ല ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പാർട്ട് മാത്രമല്ലാതെ എന്ത് ചെയ്യുന്നു, എല്ലാ പാർട്സും ഡിസ്പ്ലേ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടും. ആൻ എഫക്റ്റീവ് വേ ടു കംപ്രസ് the dynamic range of pixel value is to perform the following intensity transformation function. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബ്രൈറ്റ്നസ് പാർട്ട് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതിയോ, പോരാ. കാരണം ബാക്കിയുള്ള എല്ലാ പാർട്സും നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡൈനാമിക് റേഞ്ചിൻ്റെ കംപ്രഷൻ പെർഫോം ചെയ്യണം. സോ കംപ്രഷൻ ഓഫ് ഡൈനാമിക് റേഞ്ച് പെർഫോം ചെയ്യുന്നത് നമ്മൾ സം ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. സോ ആ ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. സം S = C log 1 + mod r എന്നുള്ളതാണ്. സോ ഇവിടെ C എന്ന് പറഞ്ഞിട്ട് സ്കെയിലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. സോ സ്കെയിലിംഗ് കോൺസ്റ്റൻറ്റിനോട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് log of 1 + mod r എന്ന് പറഞ്ഞിട്ടുള്ള log മീൻസ് ലോഗരിതം ചെയ്യാൻ ലോഗരിതം ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, സം ഡിസൈർഡ് എന്താണ് കംപ്രഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈനാമിക് റേഞ്ചിനെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം അതാണോ ഇൻപുട്ട് ഗ്രേ ലെവൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സം ഔട്ട്പുട്ട് ഗ്രേ ലെവൽസ്. എന്താ പെർഫോം ചെയ്യുന്നത്, C × log of 1 + mod r എന്നുള്ള രീതിയിൽ അത് പെർഫോം ചെയ്തതോടുകൂടി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഗ്രേ ലെവൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ്റെ ഡയഗ്രാം. ദെൻ നമുക്ക് അതുകൊണ്ട് ഉണ്ടോ ഒറിജിനൽ ഇമേജ് ഇങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രോസസ്ഡ് ഇമേജ് എന്തായി ഇങ്ങനെയായിട്ട് മാറി. ദെൻ ഗ്രേ ലെവൽ സ്ലൈസിംഗ് ആണ് ലാസ്റ്റ് വൺ, ഗ്രേ ലെവൽ സ്ലൈസിംഗ്. ഇതിൽ ഹൈലൈറ്റിംഗ് എ സ്പെസിഫിക് റേഞ്ച് ഓഫ് ഗ്രേ ലെവൽസ് ഇൻ ആൻ ഇമേജ് ഓഫ്റ്റൻ ഈസ് ഡിസൈർഡ്. ആപ്ലിക്കേഷൻ ഇൻക്ലൂഡിംഗ് എൻഹാൻസ്മെൻറ്റ് ഫീച്ചേഴ്സ് സച്ച് ആസ് masses of water in satellite imagery and enhancing flares in X-ray images. എന്താണ് ഗ്രേ ലെവൽ സ്ലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഹൈലൈറ്റ് ചെയ്യാം, എന്ത് സ്പെസിഫിക് റേഞ്ച് ഗ്രേ ലെവൽസിനെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പർട്ടിക്കുലർ ഗ്രേ ലെവൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. സോ ആ ഒരു 150 to 170 ഗ്രേ ലെവൽ വാല്യൂസുള്ള ഗ്രേ ലെവൽസ് റേഞ്ചിലുള്ള എന്താണ് പിക്സൽസിനെ മാത്രം എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു പർട്ടിക്കുലർ ഗ്രേ ലെവൽസിലുള്ള റേഞ്ചിലുള്ളതിനെ സ്പെസിഫിക് ഗ്രേ ലെവൽസിലുള്ളതിനെ എന്ത് ചെയ്യുന്നു, ഇമേജ്സിനെ എന്ത് ചെയ്യുന്നു, ഇമേജ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു. അതാണ് ഗ്രേ ലെവൽ സ്ലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, മാസസ് ഓഫ് വാട്ടർ ഇൻ സാറ്റലൈറ്റ് ഇമേജിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മാസസ് ഓഫ് വാട്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പർട്ടിക്കുലർ മാസസ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിച്ചുകൂടെ. കാരണം എന്താണ്, അതിൻ്റെ പർട്ടിക്കുലർ ഗ്രേ ലെവൽ നമുക്ക് കൊടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യുന്നു, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, അത് കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ എൻഹാൻസിങ് ഫ്ലേവ്സ്
ഇൻ എക്സ്റേ ഇമേജിൻ്റെ കേസിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്ത് ഗ്രേ ലെവൽ സ്ലൈസിങ് ആണ് പെർഫോം ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ പോയിൻ്റ് ഓപ്പറേഷനിൽ തന്നെ മറ്റു വരുന്നതാണ് ബ്രൈറ്റ്നെസ് മോഡിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സം കോൺസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ഇൻപുട്ട് ഇമേജിൻ്റെ കൂടെ, ഇപ്പോൾ FOF(mn) എന്ന് പറഞ്ഞിട്ടുള്ളതൊരു ഇൻപുട്ട് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സം കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ഇമേജ് കിട്ടും. അതെന്താണ് ബ്രൈറ്റ്നെസ് മോഡിഫിക്കേഷനാണ്, ബ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ എന്താണ് ഒരു പോയിൻ്റ് ഓപ്പറേഷനാണ് അല്ലേ. ഒരു പർട്ടിക്കുലർ പിക്സൽസ് എടുത്തിട്ട് അതിലാണ് എന്താണ് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ എന്താണ്, മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റൻറ്റ് വിത്ത് ഓൾ പിക്സൽസ് ഇൻ ഒരു ഇമേജിലുള്ള എല്ലാ പിക്സൽസിനും എന്ത് ചെയ്യുന്നു, പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അതെന്ത് ചെയ്യുന്നു, കോൺട്രാസ്റ്റ് മാനിപ്പുലേഷനാണ്. സോ സം G(mn) നമുക്ക് എങ്ങനെ കിട്ടാം, സം F(mn) നമുക്കുള്ള ഇൻപുട്ട് ഇമേജിനെ സം K-നോട് കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു കോൺട്രാസ്റ്റ് മാനിപ്പുലേഷനോടെ പെർഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം മാനിപ്പുലേഷനൊക്കെ ഉണ്ട്. അത് നമ്മൾ ഹിസ്റ്റോഗ്രാം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് എ ഗ്രേ ലെവൽ വാല്യൂസ് വേഴ്സസ് ഗ്രേ ലെവൽ വാല്യൂസ് ആണ്. അതുപോലെ ഡാർക്ക് ഇമേജിന് എന്ത് ചെയ്യുന്നു, വൈറ്റ് ഇമേജ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രേ ലെവൽ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഇമേജ് എൻഹാൻസ്മെൻറ്റിൻ്റെ ബേസിക് പാർട്സിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.